പിതൃസൂക്തം 6. ഒന്നുമില്ലാത്തവനാകാൻ ആഗ്രഹിച്ചു, എന്നാൽ എനിക്കൊന്നിനും കുറവുണ്ടായിട്ടില്ല. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം നൽകും. ഫിലിപ്പി 4:19. ഈ തിരുവചനത്തെ തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി ജീവിച്ച മഹൽ വ്യക്തിയായിരുന്നു മോൺസിഞ്ഞോർ ജോസഫ് വിഴിഞ്ഞാലിലച്ചൻ. അതെ, നമ്മുടെ പ്രിയപ്പെട്ട വല്യച്ഛൻ. തൻ്റെ കുലമഹിമയോ സമ്പത്തോ ഒന്നും കാര്യമാക്കാതെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുവാൻ നാടും വീടും വിട്ട് ഒരു സുരക്ഷിതത്വവും നോക്കാതെ ഇറങ്ങിത്തിരിച്ചു. തിരുവനന്തപുരം അതിരൂപതയുടെ പ്രാരംഭ ദിശയിൽ മാറിവാനിയസ് പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് സേവനം അനുഷ്ഠിക്കുവാൻ എത്തി. തൻ്റെ മിഷൻ തീഷ്ണതയാൽ വന്യ പിതാവ് നൽകിയ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിച്ച് പാവപ്പെട്ട ജനസമൂഹത്തിലേക്ക് വന്നു. താമസ സ്ഥലമോ കെട്ടിടമോ ഒന്നും സ്വന്തമായി ഇല്ലാത്ത അവസ്ഥയിൽ സന്തോഷത്തോടെ തൻ്റെ ലക്ഷ്യമായ ആത്മാക്കളുടെ രക്ഷ നേടുവാൻ അത്യധികം ത്യാഗത്തോടെ പാവപ്പെട്ടവരിൽ ഈശോയെ ദർശിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചു. ആത്മാക്കളെ നേടി. എന്നാൽ സർവസമ്പന്നനായ ദൈവം തൻ്റെ സമ്പന്നതയിൽ ആത്മീയവും ഭൗതികവുമായ മേഖലയിൽ പ്രിയപ്പെട്ട അച്ഛനെ പങ്കുകാരനാക്കി. അധ്വാനിച്ച് ജീവിക്കുവാനും പണം സമ്പാദിക്കുവാനും അവരെ പഠിപ്പിച്ചു. തൊഴിൽ മേഖലകൾ കണ്ടെത്തി പരിശീലിപ്പിച്ചു. ലളിതമായ ജീവിതശൈലിയും അധ്വാനശീലവും വല്യച്ഛൻ്റെ കൈമുതലായിരുന്നു. അത് പ്രിയ മക്കൾക്ക് മാതൃകയും പ്രചോദനവും നൽകി. ദൈവപിതാവ് അത് നൂറുമേനിയാക്കി വർദ്ധിപ്പിച്ചു. വല്യച്ഛൻ പണി കഴിപ്പിച്ച മാർത്താണ്ഡത്തിൻ്റെ തിലകക്കുറിയായി ശോഭിച്ച ക്രിസ്തുരാജ ദേവാലയം ആ കാലഘട്ടത്തിൻ്റെ ശില്പവേലയിൽ പ്രഥമ സ്ഥാനത്തായിരുന്നു. അച്ഛൻ്റെ മുറി എപ്പോഴും പൂട്ടിയിടാതെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതാന്ത്യത്തിലും അത് തുറക്കാൻ ബന്ധപ്പെടേണ്ടി വന്നില്ല. ഇതെല്ലാം തൻ്റെ ഒന്നുമില്ലായ്മയാണ് വരച്ചു കാട്ടുന്നത്. സ്വന്തമായി ഒന്നും കരുതാതെ ദൈവത്തിൻ്റെ കരുതലിൽ സമ്പന്നനായി. ഒന്നുമില്ലാത്തവനാകാൻ ആഗ്രഹിച്ചു, എന്നാൽ എനിക്കൊന്നിനും കുറവുണ്ടായിട്ടില്ല. ഈ പിതൃസൂക്ത മനോഭാവം ജീവിതശൈലി നമുക്ക് സ്വന്തമാക്കി ജീവിക്കാൻ നമ്മുടെ വല്യച്ഛൻ്റെ സ്വർഗീയ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.